ജസ്ന കേസിൽ തുടരന്വേഷണത്തിന് CBIക്ക് കോടതി നിർദ്ദേശം. തിരുവനന്തപുരം CJM കോടതിയാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ജസ്നയുടെ അച്ഛൻ നൽകിയ ഹർജിയിലാണ് വിധി പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, കേസിൽ വിധി വരുമ്പോൾ CBIയോട് വീണ്ടും അന്വേഷണം പുനരാരംഭിക്കാൻ കോടതി പറയുന്നു. ജസ്നയുടെ പിതാവ് കോടതി മുൻപാകെ നൽകിയ ഹർജിയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈവശം കൂടുതൽ തെളിവുകളുണ്ട് എന്നതടക്കം അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. ഇപ്പോൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലേ കോടതി? വ്യാഴാഴ്ച പോകാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായും അഞ്ജന, ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നുള്ള ജസ്നയുടെ പിതാവിന്റെ ആവശ്യം ജസ്നയുടെ പിതാവ് അറിയിച്ചിരുന്നു. അതിന് പ്രകാരമാണ് ഇത്തരത്തിലൊരു തുടരന്വേഷണ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും. ആ തുടരന്വേഷണ ഹർജിയിലാണ് കൂടുതൽ തെളിവുകൾ ഉള്ളത് സീൽഡ് കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയടക്കം ജസ്നയുടെ പിതാവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതി വിധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CBIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്നയുടെ തിരോധാനത്തിൽ പുതുതായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു CBI നൽകിയിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു അജ്ഞാത സുഹൃത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട്, അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു ജസ്നയുടെ പിതാവിന്റെ പ്രധാന വാദമെന്ന് പറയുന്നത്. അതുമായി ബന്ധമുള്ള കൂടുതൽ തെളിവുകൾ സീൽഡ് കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ CBIയുടെ വാദം തള്ളിക്കൊണ്ട് ജസ്നയുടെ പിതാവിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം CJM കോടതി ജസ്ന കേസിൽ തുടരന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.